عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم ومن كان يؤمن بالله واليوم الآخر فلا يقعد على مائدة يشرب عليه الخمر. അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണോ, പരലോകത്തിൽ വിശ്വാസമുള്ളവരാണോ, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ എങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്. അവരുടെ കൂടെ ഇരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. ലഹരി വിളമ്പുന്ന സദസ്സുകളിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂട്ടുകെട്ടിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടോ? നിങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടോ? ഇരിക്കരുത്, പോകരുത്, അടുക്കരുത്. ആ ഭക്ഷണത്തിൽ നിങ്ങൾ പങ്കാളികളാവരുത്. കാരണം ഏറ്റവും ഭീകരമായ ഒരു ദുരന്തത്തിലേക്കുള്ള കാൽവെപ്പാണത്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് പറയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്റെ അടുത്ത് വരിക. അതാനി ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അടുത്ത് വന്നു. റസൂലുള്ളാഹി പറയാണ് വഖാല, എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, മുഹമ്മദേ, ഇന്നല്ലാഹ അസ്സ വജല്ല ലഅനൽ ഖംറ, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ലഹരി വസ്തുക്കളെയും ശപിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നവൻ, അത് ഉണ്ടാക്കുന്നവൻ, അത് എത്തിച്ചു കൊടുക്കുന്നവൻ, അത് വാങ്ങിക്കൊടുക്കുന്നവൻ, അത് വിൽക്കുന്നവൻ, അത് ഒഴിച്ചു കൊടുക്കുന്നവൻ, അത് എടുത്തു കൊടുക്കുന്നവൻ, ലഹരിയുമായി ബന്ധപ്പെട്ട 10 ആളുകളുടെ പേര് എണ്ണി പറഞ്ഞിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ മുഹമ്മദ്, ഈ ആളുകളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ശപിക്കപ്പെട്ടവരാണ്. അള്ളാഹു ഒരാളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ നശിക്കട്ടെ എന്നാണ്. ദുന്യാവിലും നശിക്കും, നാളെ പരലോകത്തും നശിക്കും.